ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായി കാണുന്നുവെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശം വിവാദമാക്കി LDF. നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം ഉപതെരഞ്ഞെടുപ്പിൽ LDF ചർച്ചയാക്കുകയാണ്. വോട്ടർമാരെ അപമാനിക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ KC വേണുഗോപാൽ പറയരുതെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. എന്തെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. അങ്ങനെ കുടിശ്ശികയില്ലെന്ന് മാത്രമല്ല, പാതാളം വരെ ഈ ഗവൺമെൻറ്റിനെ മുക്കിത്താക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ആളുകളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. ഇതിനകത്ത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP എന്നൊന്നുമില്ല. സാധാരണക്കാർക്ക് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് വലിയൊരു ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച്. ഒരുമിച്ച് ആ പണം കിട്ടുന്നു, അതെല്ലാം അതിനകത്തുള്ളൂ. അതിനകത്തൊരു തെറ്റായൊരു പ്രയോഗം അദ്ദേഹം നടത്തി. അതിനകത്ത് കിടന്ന് അത് പിടിച്ച് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ശരിയെന്നുള്ളത് ഞാൻ പറയുന്നത്. സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്നത് എതിർക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷെ അധികം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത നാട് നമ്മുടെ നാടാണ്, കേരളമാണ്. അപ്പോഴാണ് കർഷക തൊഴിലാളിക്ക് പെൻഷനോ? ഇതൊരു വലിയ ആശ്ചര്യജനകമായ ചോദ്യമായിരുന്നു. അന്ന് കോൺഗ്രസ് തന്നെ എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല സമരം ചെയ്തു. അവർ പറഞ്ഞത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. ഇതായിരുന്നു. നമുക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നു, വിചിത്രമായി തോന്നും. പരാമർശത്തിൽ വിശദീകരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP രംഗത്ത് വന്നു. തന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ചതാണെന്നും മാപ്പ് പറയില്ല എന്നുമാണ് KCയുടെ വിശദീകരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് 6-7 മാസത്തെ കുടിശ്ശികയുടെ 2 കുടിശ്ശിക തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊടുത്തത്. ഇപ്പോൾ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവ്. അതിൽ തന്നെ പറയുന്നു 1 മാസത്തെ കുടിശ്ശിക ഇതിന് കൊടുക്കുന്നു. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. വിവാദത്തിൽപ്പെട്ടുപോയ നേതാക്കന്മാരുടെ കാലികാവസ്ഥയുടെ നേർക്കാഴ്ചയുമായി നിലമ്പൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ദിലീപ്. SKN വീണ് കിട്ടുന്ന പരാമർശങ്ങളും വാക്കുകളുമൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം UDF പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രിക്കെതിരായിരുന്നു. മുഖ്യമന്ത്രി നേരത്തെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, ആ പരാമർശത്തിന് വോട്ടർമാർ വിധി എഴുതും എന്നാണ് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഒരു പരാമർശം, ക്ഷേമ വാങ്ങിക്കുന്നത് ക്ഷേമ പെൻഷനുകളെ കൈക്കൂലിയായിട്ടാണ് ഇടതുമുന്നണി കാണുന്നത്, സർക്കാരും കാണുന്നത് അങ്ങനെയാണ് എന്ന പരാമർശം KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് ഇപ്പോൾ CPIM-ഉം ഇടതുമുന്നണിയും ശ്രമിക്കുന്നത്. ഇത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ CPIM-ഉം ഇടതുമുന്നണിയും ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ടൗണിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ മാപ്പു പറയണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ KC വേണുഗോപാൽ ഈ കാര്യം തള്ളിക്കളയുകയാണ്. താൻ ഉദ്ദേശിച്ചത് ആ നിലയിലല്ല, താൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഈ ക്ഷേമ പെൻഷനുകളുടെ ചില കുടിശ്ശിക വിതരണം ചെയ്യുകയാണ്, ആ വഴിയുള്ള തട്ടിപ്പിനെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അങ്ങനെ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പ്രചരണായുധമാക്കാൻ ഇരു മുന്നണികളും അവർ അത് സമർത്ഥമായി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമം കൂടി നടത്തുന്നു എന്നതാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണുന്നത്. SKN. താങ്ക് യു ദിലീപ് കുമാർ.